അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് വെച്ചാൽ ഡയബറ്റിക് കീറ്റോസിഡോസിസ് എന്ന ഒരു കണ്ടീഷനെ പറ്റിയാണ്. ഡയബറ്റിക് കീറ്റോസിഡോസിസ് എന്നൊരു അവസ്ഥ ഒരു ആൾറെഡി ഡയബറ്റിക്കിൽ ഇരിക്കുന്ന ഒരു പേഷ്യൻ്റ് കടന്നു പോകുന്ന ഒരു അവസ്ഥയാണ് ഈ ഡയബറ്റിക് കീറ്റോസിഡോസിസ് എന്ന് പറയുന്നത്. നമ്മൾ OPയിൽ നോക്കുകയാണെങ്കിൽ പേഷ്യൻറ്റിന് കൂടുതലായിട്ടും വയറ്റുവേദന, അതുപോലെ തന്നെ ശ്വാസതടസ്സം, ദാഹം, ശരീരത്തിൽ ജലാംശം വളരെയധികം ക്രമാതീതമായി കുറയുന്നതായും ശ്വാസതടസ്സം നേരിടുന്നതായും നമുക്ക് കാണുവാൻ സാധിക്കുന്നു. ഈ ഡയബറ്റിക് കീറ്റോസിഡോസിസ് എന്ന് പറഞ്ഞൊരു കണ്ടീഷനിൽ പോകുന്നൊരു വ്യക്തിയുടെ ശ്വാസം നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു ഫ്രൂട്ടി സ്മെല്ലായിരിക്കും, അതായത് ഒരു പഴത്തിൻ്റെ മണമായിരിക്കും ഈ ഒരു വ്യക്തികളിൽ കാണപ്പെടുന്നത്. അതുപോലെ തന്നെ ഡയബറ്റിക് കീറ്റോസിഡോസിസ് പ്രസിപ്പിറ്റേറ്റ് ചെയ്യുന്ന ധാരാളം കാരണങ്ങളുണ്ട്. ഒന്നെന്ന് വെച്ചാൽ പ്രഗ്നൻസി. ഒരു വുമൺ പ്രഗ്നൻ്റ് ആയിരിക്കുമ്പോൾ ഡയബറ്റിക് കീറ്റോസിഡോസിസ് പ്രസിപ്പിറ്റേറ്റ് ചെയ്യാനുള്ള സാധ്യത വളരെയധികമാണ്. അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിലെ ഒരു ഉണങ്ങാതിരിക്കുന്ന ഒരു മുറിവ്, അതിൽ നിന്നുണ്ടാകുന്ന രോഗമാണ് രോഗാണുബാധ. അടുത്തതായി തന്നെ നമ്മുടേക്ക് ഡയബറ്റിക് കീറ്റോസിഡോസിസ് കാണാൻ പറ്റുന്നത് ആൾറെഡി ഡയബറ്റിക് ട്രീറ്റ്മെൻറ്റ് ഇരിക്കുന്ന പേഷ്യൻറ്റിന് ഇൻസുലിൻ ആവശ്യത്തിന് ഉപകാരപ്പെടുന്നില്ല എന്നൊരു കണ്ടീഷൻ വരുമ്പോഴും ഡയബറ്റിക് കീറ്റോസിഡോസിസ് പ്രസിപ്പിറ്റേറ്റ് ആവുന്നുണ്ട്. കൊക്കൈൻ പോലുള്ള മാരകമായ വസ്തുക്കളുടെ ഉപയോഗവും ഡയബറ്റിക് കീറ്റോസിഡോസിസ് ഉണ്ടാക്കുന്നുണ്ട്. സോ നമ്മൾ ഈ മേൽപ്പറഞ്ഞ ഏതെങ്കിലും ഒരു അവസ്ഥയിലൂടെയാണ് താങ്കൾ കടന്നു പോകുന്നതെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ഒരു വൈദ്യസഹായം തേടേണ്ടതാണ്.